സോ ഗൈസ് സുമതി വളവ് പടം കണ്ടുവന്നിരിക്കുകയാണ്. സോ ബീൻ ലോങ് നമ്മളെ ചാനലിൽ റിവ്യൂ ഇട്ട് ചെറിയ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അതാ ഒന്നാം തീയതി ഓഗസ്റ്റ് 1 ഇനിയുള്ള പടങ്ങളൊക്കെ റിവ്യൂ സംസാരിക്കേണ്ട വീഡിയോ ഉള്ളപ്പോഴാണ് മേജറായിട്ട് പോസിറ്റീവ് പറഞ്ഞാൽ അതിൻ്റെ മേക്ക് സെറ്റ് ചെയ്ത് വിഷ്വൽസ് ഓവറാകുന്ന വിഷ്വൽ ബ്യൂട്ടി നല്ല ലൈക്ക് പുറത്ത് വെച്ചിരിക്കണം. ലൈക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ മ്യൂസിക് ഒരു താളമുണ്ട്. ആ ഒരു താളത്തിലാണ് മ്യൂസിക് മൊത്തം റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്ഥലത്തും വേണ്ട സ്ഥലത്തൊക്കെ എങ്കിലും ഓവറായിട്ട് എല്ലായിടത്തും പക്ഷെ ഇതിൽ എനിക്ക് അരോചകം തോന്നിയിട്ട് പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കൊത്തിക്കേറ്റിട്ടുണ്ട്. ഒരു ആവശ്യമില്ല. കല്യാണത്തിന് പാട്ട്, അതിന് പാട്ട്, പ്രകടിക്കുന്ന പാട്ട്, അങ്ങനെ പാട്ടിന്റെ ഒരു ഘോഷയാത്രയാണ്. അതും ഒരു തക്കിട തരികിട ഒരു രീതിയിലുള്ള പാട്ട്. വീട്ടിൽ പോണത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചുമ്മാ മറക്കും പട്ടിയാ. പിന്നെ ഇത് ഒരു ജോണർ ഷിഫ്റ്റ് ഉള്ള ഒരു പടമല്ലേ. കോമഡി എന്ന് പറയും, പക്ഷെ എന്നാലും ഫീൽ ചെയ്യില്ല. ഭയങ്കര കുറവാണ്. എന്നാൽ നമ്മള് ജംസ്കെയർ ഇതിൽ കൂടുതലും ട്രൈ ചെയ്തിരിക്കും. പിന്നെ കാണുമ്പോ അറിയാമോ അതെങ്ങനെ വരും. അപ്പൊ നമ്മൾ പേടിക്കണം. പക്ഷെ പേടിയൊന്നും വരില്ല. പക്ഷെ ഒന്ന് രണ്ടിടത്തിൽ ഇപ്പൊ ലൈക്ക് പാൽ വെള്ളം അടിക്കുന്ന scene. അപ്പൊ പെട്ടെന്ന് ഒരു തള്ള അത് റിയലാണ്, അതൊന്നുമല്ല. പക്ഷെ like ഒരു വിച്ച് കൈറ്റ് അവര് ആക്ച്വലി ക്യാരക്ടർ പ്ലേ ചെയ്യും. പക്ഷെ അതൊരു മലയാളം ആക്ടേഴ്സ് ആണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് പ്രോപ്പർ തമിഴ് ഡയലോഗാണ്. തമിഴ് അവർക്ക് സംസാരിക്കും. നമുക്കതൊരു ബിലീവബിലിറ്റിയാണ്. അത് തമിഴ് പഠിച്ച് കഷ്ടപ്പെട്ട് പെർഫെക്ഷനിലേക്ക് ഒരു ശ്രമം നമുക്ക് ഫീൽ ചെയ്യും. കൊണ്ടാക്കണമെങ്കിൽ തമിഴിലെ ഒരാൾ കാസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റി ഒന്നുമില്ല. ഇതിലെങ്ങനെയാ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു സെൽഫ് റെപ്ലിക്കേഷൻ മിറർ പ്രേതമില്ലേ, ആ പരിപാടിയാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. ഇത് വർക്കായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിലൊക്കെ വർക്കായിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിലൊക്കെ അത് നമുക്ക് ഇതിലിപ്പോ എന്താ ഇപ്പൊ പേടിക്കാൻ മാത്രം ഉള്ളതെന്ന് വെച്ച് തോന്നല് വരും. കാരണം ഇത് കുറെ പടങ്ങളിൽ നമ്മളെ കണ്ടിട്ടുള്ളതാണ് ഈ സാധനം. പിന്നെ അതൊരു നല്ലൊരു പ്രേതമാണ്. നമുക്ക് നല്ല നാട്ടുകാരെയൊക്കെ സഹായിക്കുന്ന ഒരു നന്മ നിറഞ്ഞൊരു പാവം പ്രേതമാണ്. അപ്പോ സോ പ്രേതത്തിനെ തളയ്ക്കൊന്നുമില്ല അവര്. പക്ഷെ അത് അങ്ങനെ മനസ്സിലാക്കണം. പക്ഷേ കഥ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് സാധനമാണ് ഇവര് പിടിച്ചു വരിക. ആ രീതിയിൽ ഹൊറർ മിക്സ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഒരു നാട്ടിൻപുറം, അവിടെ നടക്കുന്ന കല്യാണം, കാതുകുത്ത് പരിപാടിയും അതിൻ്റെ ഇടയിലുള്ള ശേഷം ഇതാണ് ഇതിന്റെ ബേസിക് പ്ലോട്ടായി. എങ്ങനെ സുമതി ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു 4-4.5 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയപ്പോൾ നമ്മളതിനെ മുഴുനീളമായിട്ട് ചിരിക്കാനും മുഴുനീളമായിട്ട് പേടിക്കാനും അങ്ങനെ പറ്റില്ല. ബട്ട് നമ്മൾ പറയല്ലോ ഒരു മുഴുനീള ഹൊറർ പടം ഉണ്ടോ, അല്ല മുഴുനീള കോമഡി പടം, രണ്ടുമല്ല. ഇടയ്ക്ക് അവിടെ ഒന്ന് രണ്ട് ചിരി. പക്ഷെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ലൈക്ക് അവിടെ ചിരിക്കാൻ ഒരു ഫീൽ ഗുഡ് ആയിട്ട് പോവാ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം പരിപാടികളൊക്കെ അതൊക്കെ കാണുന്നില്ല. ആ ഒരു ഇതിനാണെങ്കിൽ പോവാ. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ അർജുൻ അശോകന്റെ പെർഫോമൻസ് ടു നൈസ്. പിന്നെ ബാലു വർഗീസ് ഉണ്ട്. പിന്നെ സിദ്ധാർത്ഥ് വെറുതെ എടുത്തു പറയും. ഞാൻ ആ പുള്ളിക്കാരൻ ഫസ്റ്റ് വിചാരിച്ചത് നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ പോയാണ് മനസ്സിലായത് ഒരു ഡുബാക്കൂർ സാധനം, ലൈക്ക് ഡമ്മി പീസ് ആണെന്ന്. പക്ഷെ അത് ആ പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്ത വിധം ഉണ്ടല്ലോ, നല്ല രസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടിരിക്കാം. കാരണം ഫസ്റ്റ് ഷോട്ടിൽ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ടെറർ കാണിച്ചു. പിന്നെ ഗ്രാജുവലി പുള്ളിക്കാരന്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് മാറി മാറി എന്നൊരു കോമഡി പീസായി മാറും. അത് പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. രസകരമായിട്ട് നമുക്ക് തിയേറ്റർ ഓഡിയൻസും അത്യാവശ്യം സ്ഥലങ്ങളിൽ ചിരിക്കുകയുണ്ടായി. പിന്നെ കുറെ അവര് പോയി പൊളിച്ചിട്ടും ഉണ്ട്. ലൈക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് ബോഡി വീണത്, ഫസ്റ്റത്തെ ആ ടൈറ്റിൽ കാർഡ് എഴുതിയപ്പോ സുമതിയിലൊന്നും പഠിച്ചിരിക്കുന്നത്. പക്ഷെ അത് ആ കോൺസെപ്റ്റ് മനസ്സിലായപ്പോഴാണ് നമുക്ക് ആ അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് അവിടെ അങ്ങനെ ആ ക്യാരക്ടറാണ് അവിടെ പോയി നിന്ന് ചിരിക്കുന്നത്. അല്ലാതെ പോയിന്റ് ഓക്കെയാണ്. അവസാനം കൊണ്ട് ഒരു ഹൈ ഇല്ലെങ്കിൽ ഒരു താഴാണ്ട്
പടം പിടിച്ചു നിർത്തി എന്നാണ് എൻ്റെ ഒരു മാത്രം അഭിപ്രായമാണ്. കണ്ടിട്ടില്ലെങ്കിൽ അഭിപ്രായം കണ്ടിട്ടില്ലെങ്കിൽ